ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വാഴക്കൊമ്പ് തോരനാണ്. ഞാൻ വാഴക്കൊമ്പ് ഒടിക്കാനുള്ള പെടാപ്പാടിലാണ്. ഒരു നല്ല പൊക്കത്തിലായിരുന്നു വാഴ. ഒരു കസേരയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് ഒടിക്കാൻ നോക്കുന്നത്. പക്ഷേ അത് എങ്ങനെ നോക്കിയിട്ടും അത് ഒടിയുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കൈ വിട്ടിട്ട് എനിക്ക് ഒടിക്കാനൊരു പേടി, കസേര എങ്ങാനും മറിഞ്ഞ് ഞാൻ വീണ് പോയെങ്കിലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് കൈവിടാതെ പറ്റത്തില്ലാന്ന് കണ്ട് അങ്ങനെ ഞാൻ ഒടിച്ചെടുത്തു. അങ്ങനെ വാഴക്കൊമ്പ് ഒടിച്ചിട്ട് വന്ന് അതിന് വാഴക്കൊമ്പ് അരിയാൻ പോവാണേ. കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് വേണം വാഴക്കൊമ്പ് അരിയാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈ നിറച്ചും വാഴക്കറ പറ്റും. പിന്നെ ഗ്ലൗസൊക്കെ ഇട്ട് അരിയുന്നവരുണ്ടായിരിക്കുമേ. നമ്മൾ സാധാരണ കൈ കൊണ്ടല്ലാതെ അല്ലേ അരിയുന്നത്. അപ്പം എന്നിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വാഴക്കൊമ്പിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. അത് ഈ വാഴക്കൊമ്പിൻ്റെ കറ, നമ്മൾ അരിഞ്ഞതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്ന് തിരുമ്മിയെടുത്തിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു ശകലം ഉപ്പ്, അതിന് വേണ്ടുന്നത് ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങ അങ്ങോട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വാഴക്കൊമ്പിൽ മുളക് പൊടി ഞങ്ങൾ ചേർക്കാറില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ മുളക് പൊടി ചേർക്കാത്തതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ ആ തനത് രുചി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇട്ടാൽ കറക്റ്റ് വാഴക്കൊമ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട്, ഇത് നമ്മൾ കടുക് വറക്കുമ്പോൾ കടുകും ഒരു ഇത്തിരി ജീരകവും കൂടെ അതിൻ്റെ കൂടെ ജീരകവും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടാണ് ഇത് കടുക് വറുത്തിടുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും തോരൻ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ചേച്ചി, എനിക്കറിയാവുന്ന ഒരു ചേച്ചി, കോട്ടയത്തുള്ള ചേച്ചി, വെളുത്തുള്ളി ജീരകം ഉപയോഗിക്കത്തേ ഇല്ല. ആ ചേച്ചി ഇത് ചേർക്കാതാണ് തോരനൊക്കെ വയ്ക്കുന്നത്. കോട്ടയത്തുള്ള ചേച്ചിയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്. ഇത് കടുകിട്ട് ഇനി കുറച്ച് ജീരകം കൂടെ അതിൻ്റെ കൂടെ ഇട്ട്, പിന്നെ ഇത് കടുക് പൊട്ടി കഴിയുമ്പം ഇതിട്ട് ഇളക്കി അടച്ചങ്ങ് വെക്കും. നന്നായിട്ടൊന്ന് ഇളക്കി, ഞാൻ കുറച്ചൊരു വാഴക്കൊമ്പ് ഇട്ടിട്ട് ഇളക്കുന്നതിൻ്റെ കാരണം ഈ കടുക് കരിഞ്ഞു പോകാതിരിക്കാനാണ്. കുറച്ച് പേര് മൊത്തം കൂടെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അടിയിലുള്ള ഈ കടുക് കരിഞ്ഞു പോകും. അപ്പോൾ ഈ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ കടുക് കരിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റും കൂടി വരും. അങ്ങനെ ഇത് ഒന്ന് ഇളക്കി എടുത്ത് ഒന്ന് അടച്ചൊന്ന് വെക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് പിന്നെ ചേർക്കുന്നത്, ഇത് കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിയുമ്പോൾ പിന്നെ ചേർക്കുന്നത് തൂരപ്പരിപ്പ്, ചെറുപയർ, വൻപയർ, ഇത്രയും സാധനങ്ങളാണ് സാധാരണയായിട്ട് ഈ തോരനാട്ടിൽ പിഴിഞ്ഞ് ചേർക്കുന്നത് കണ്ടിട്ടുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് തൂരപ്പരിപ്പാണ് ചേർക്കുന്നത്. തൂരപ്പരിപ്പ് ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ പിന്നെ എല്ലാവരും ചെറുപയറും വൻപയറും ഒക്കെ ചേർക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കൂടുതൽ ചേർക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ഇതൊന്നും ഇന്നില്ല. ഞാൻ ഇന്നലെ കടല പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴുങ്ങിയ കടലയുടെ കുറച്ചുണ്ട്, ഞാൻ അന്ന് അതാ ചേർക്കുന്നത്. അതിനും പ്രത്യേകിച്ച് ടേസ്റ്റ് എന്താണെന്ന് ഈ കടലയിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കിപ്പം ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഇങ്ങനെയൊക്കെ കഴിക്കാനാണ്, കടലയും ചെറുപയറും ഒക്കെ കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കടല പുഴുങ്ങിയതിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് ആ കുറച്ച് കടലയും കൂടെ അതിൻ്റെ കൂടെ ഇടുന്നു. കടലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്നും കൂടി അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് എടുത്താൽ നമ്മുടെ തോരൻ സൂപ്പറാണ്, നല്ല റെഡിയാണ്. ആരെങ്കിലും തൂരപ്പരിപ്പിട്ട് വാഴക്കൊമ്പ് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിലെല്ലാത്തിലും ടേസ്റ്റ് തൂരപ്പരിപ്പിട്ട് വെക്കുന്നതാണ്. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഈ തൂരപ്പരിപ്പായിരുന്നു ഇടുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ തൂര നമ്മൾ അധികം കഴിക്കാറില്ലല്ലോ. എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വെച്ച് തൂര അധികം കഴിക്കാത്തതുകൊണ്ടായിരിക്കാം ഇപ്പം അങ്ങനെ ഇടാത്തത്. അപ്പം അങ്ങനെ ചെയ്തത് ഇഷ്ടമുള്ള, ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തൂരപ്പരിപ്പ് ഒന്ന് ചേർത്ത് തോരൻ വെച്ച് നോക്കണം. നമുക്ക് മതിയാവത്തില്ല കഴിച്ചാൽ, അതുപോലെ ടേസ്റ്റാണ്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ചെയ്യണേ.